നമസ്കാരം. ഞാൻ ജ്യോത്സ്യൻ ആറ്റുകാൽ ശിവദാസ്. ശിവപാർവതി ജ്യോതിഷത്തിലോട്ട് എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് ഇവിടെ പറയുന്നത് വേഴമാറ്റം. വേഴത്തെ നമുക്കിനി മിഥുന രാശിയിൽ കാണാം. അത് കൊല്ലവർഷം 1201 വൃശ്ചിക മാസം 20-ാം തീയതി, ഇംഗ്ലീഷ് വർഷം 2025 ഡിസംബർ മാസം 6-ാം തീയതി ശനിയാഴ്ച രാവിലെയാണ് വേഴം മിഥുന രാശിയിൽ പ്രവേശിക്കുന്നത് വക്രരൂപേണ. ഇത് 2026 ജൂൺ മാസം 2-ാം തീയതി വരെയാണ് ആ മിഥുന രാശിയിൽ വേഴം നിലകൊള്ളുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏതൊക്കെ രാശിക്കാർക്ക് ഗുണം കിട്ടും, ഏതൊക്കെ രാശിക്കാർക്ക് ദൈവാനുഗ്രഹം കുറയുന്നു എന്നതിനെ പറ്റിയാണ് ഈ വേഴമാറ്റ വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിക്കുന്നത്. ആദ്യമായിട്ട് മേടരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴികയാണ്. നിങ്ങൾക്ക് വേഴം 3-ൽ മറയും. അപ്പോൾ ദൈവാനുഗ്രഹം അല്പം മങ്ങലേൽക്കും എന്നാണ്. ആയതിനാൽ വേഴത്തെ പരിപോഷിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. വ്യാഴാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തുക. വിഷ്ണുവിൻ്റെ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ സന്ദർശിച്ച് നമ്മുടെ ഇഷ്ട വഴിപാടുകൾ സമർപ്പിക്കുന്നത് ഉത്തമമായിരിക്കും. കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാനും ഭാഗ്യം ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ആരോഗ്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളും സൂചിപ്പിക്കുന്ന ഒരു രാശിയാണ് മേടരാശി. അത് നിങ്ങൾക്ക് നിലവിൽ ഈ 7 ശനി ബന്ധം ഉള്ളതുകൊണ്ട് ആണ്. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ശനിപ്രീതികരമായ കാര്യം കൂടി ചെയ്ത് പോകേണ്ടതാണ്. ഇനി പറയുന്നത് ഇടവമാണ്. ഇടവരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 3/4 ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം ധനസ്ഥാനത്താണ് നിൽക്കുന്നത്. ധനം, വാക്ക്, വിദ്യ, പ്രവൃത്തി, നമ്മുടെ ചിന്താമണ്ഡലം, അതായത് നമ്മൾ എന്താണോ നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും അത് നടപ്പിലാക്കാനും പറ്റുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ധനപരമായിട്ട് നമുക്ക് നേരത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ല കടബാധ്യതകളോ അല്ലെങ്കിൽ ജോലി സംബന്ധിച്ചുള്ള വിഷയങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഒന്ന് സോൾവ് ആക്കി എടുക്കാനുള്ള ഒരു സമയമാണ് ഈ സമയം. പിന്നെ അതുമാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് എഴുത്ത് പരീക്ഷയിൽ വിജയം, യാത്രാഗുണം, വിദേശയാത്ര, അതൊക്കെ തന്നെ ഈ ഇടവരാശിക്കാർക്ക് അനുകൂലമായി വരുന്നതായി കാണുന്നു. അപ്പോൾ അതിനായിക്കൊണ്ട് യാത്രാകാരകൻ ആയിട്ടുള്ള ശനിയെ കൂടി പ്രീതിപ്പെടുത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ശനിപ്രീതി, പിന്നെ വേഴപ്രീതി. വേഴത്തെ നമുക്ക് നിൽക്കുന്ന സ്ഥാനം വെച്ചിട്ട് എല്ലാ ഗുണങ്ങളും ഉണ്ടാകും എന്ന് പറയുന്നു. എന്നാൽ വേഴത്തെ നമ്മൾ പരിപോഷിപ്പിക്കുകയാണെങ്കിൽ കാലതാമസം കൂടാതെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ നമ്മളെ കൈകളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഇനി പറയുന്നത് മിഥുനമാണ്. മിഥുന രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ അവസാന പകുതി, തിരുവാതിര, പുണർന്നം 3/4 ഭാഗം. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം ആ രാശിയിൽ തന്നെ നിലകൊള്ളുന്നു. ആയതിനാൽ എല്ലാവിധമായ ഭാഗ്യാനുഭവങ്ങളും കിട്ടും എന്ന് തന്നെയാണ് വേഴം സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്ക് 7-ാം ഭാവാധിപൻ ആണ്
ഏഴാം ഭാവാധിപനും കർമാധിപനുമായിട്ടുള്ള വേഴമാണ് ആ രാശിയിൽ വരുന്നത്. ആയതിനാൽ എല്ലാവിധമായ ഭാഗ്യങ്ങളും ഉണ്ടാകും. യാത്രാഗുണം, വിവാഹാദി കാര്യങ്ങൾ, സന്താനം ഇല്ലാത്ത ദമ്പതിമാർക്ക് സന്താനഭാഗ്യം, വാഹനലബ്ധി, ക്രയവിക്രയങ്ങൾ, അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടക്കും എന്ന് തന്നെ മിഥുനരാശിക്കാർക്ക് കാണുന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞുവെങ്കിലും ഈ രാശിയിലോട്ട് ശനിയുടെ ബന്ധമുണ്ട്. ആയതിനാൽ ശനിപ്രീതി കൂടി ചെയ്തു പോകണം. എന്നാൽ മാത്രമേ ഞാൻ വേഴത്തെ കൊണ്ട് പറഞ്ഞിട്ടുള്ള ഫലങ്ങൾ പൂർണ്ണമായും നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. ഇനി പറയുന്ന കർക്കിടകമാണ്. കർക്കിടക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉണർത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം. നിങ്ങൾക്ക് വേഴം മറയയാണ് 12. 12 എന്ന് പറയുമ്പോൾ അനിഷ്ടസ്ഥാനമാണ്. ദൈവാനുഗ്രഹം അല്പം മങ്ങലേൽക്കും. പിന്നെ ധനപരമായ കാര്യങ്ങളെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് മറ്റൊരു അവസരത്തിലോട്ട് മാറ്റി വയ്ക്കുന്നതാണ് നല്ലത്. പിന്നെ അതുമാത്രമല്ല, സന്താനങ്ങളുടെ കാര്യങ്ങളും ഒക്കെ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും ചില കാലതാമസങ്ങളൊക്കെ വരാൻ, അവരുടെ മറ്റുള്ള ഏത് കാര്യം വരുന്നാലും ചില കാലതാമസമൊക്കെ കാണുന്നു. അതിനായിക്കൊണ്ട് മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ കർക്കിടക രാശിക്കാർക്ക് മറ്റൊരു കാര്യം കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഈ അഷ്ടമത്തിൽ രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർ നാഗരാജ പ്രീതി കൂടി ചെയ്തു പോകണം. പിന്നെ 2 നിൽക്കുന്ന കേതു, അതിന് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഇഷ്ടവഴിപാടുകൾ നടത്തുകയും ചെയ്താൽ ആരോഗ്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളൊക്കെ മാറുന്നതാണ്. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ ഞായറാഴ്ച വിശേഷ പ്രാർത്ഥന നടത്തുക. ഞായറും ശനിയും. അപ്പോൾ ഇനി പറയുന്നത് ചിങ്ങമാണ്. ചിങ്ങരാശിക്കാർക്ക് അഭിഷ്ടസ്ഥാനമായ 11 വേഴം പ്രവേശിക്കുന്നത്. എല്ലാവിധമായ ഭാഗ്യ അനുഭവങ്ങളും നമുക്ക് ഉണ്ടാകും. നേരത്തെ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അത് ശ്രമിച്ചിട്ട് അത് പാതി വഴിക്ക് നിർത്തിവെച്ച കാര്യങ്ങൾ, അതൊക്കെ ശരിയായി വരുന്നതായിട്ടാണ് ഈ വേഴം വക്രസ്ഥിതിയിൽ നിന്നുകൊണ്ട് പറയുന്നത്. അപ്പോൾ നേരത്തെ ശ്രമിച്ചിട്ട് നടന്നില്ല എന്ന് വെച്ചിട്ട് ശ്രമിക്കാതിരിക്കരുത്. അപ്പോൾ ഇപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അത് നമുക്ക് ഗുണഫലം തന്നെ സിദ്ധിക്കും. ലാഭങ്ങളുണ്ടാവും. വിദേശ യാത്രാഗുണം, ക്രയവിക്രയങ്ങൾ, പിന്നെ ഉദ്യോഗലബ്ധി, പിന്നെ ഗ്രഹനിർമ്മാണമോ മോടി കൂട്ടലുമോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ സഫലമായി വരുന്നതായിട്ട് ചിങ്ങരാശിക്കാർക്ക് കാണുന്നു. ചിങ്ങരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക. അപ്പോൾ ഇതൊക്കെ പറഞ്ഞുവെങ്കിലും ഈ രാശിയിൽ കേതുവിൻ്റെ നിൽപ്പുണ്ട്. ആരോഗ്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങളുണ്ടെങ്കിൽ നാഗരാജ പ്രീതി കൂടി ചെയ്യുന്നത് ഉചിതം. പിന്നെ ശനിയാഴ്ച അയ്യപ്പ ക്ഷേത്രത്തിൽ പ്രാർത്ഥന ഒക്കെ നടത്തുന്നതും ഈ ചിങ്ങരാശിയെ സംബന്ധിച്ച് നല്ലതാണ്. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ ഞായറാഴ്ചയും ശനിയാഴ്ചയും വിശേഷ പ്രാർത്ഥന നടത്തുക. നമുക്ക് ഈ വേഴത്തെ കൊണ്ട് ഗുണഫലങ്ങളുണ്ട്. എന്നാലും നിങ്ങൾക്ക് 7 രാഹുവുണ്ട്, അഷ്ടമത്തിൽ ശനിയുണ്ട്. ആരോഗ്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ, ഞരമ്പ് സംബന്ധിച്ചോ വയറ് സംബന്ധിച്ചോ ഒക്കെ ഉള്ള ക്ഷീണാവസ്ഥകളുണ്ടെങ്കിൽ, ഇടുപ്പ് സംബന്ധിച്ചോ ഒക്കെ ഉള്ള ക്ഷീണാവസ്ഥകളുള്ളവർ ഈ വഴിപാടുകൾ ദൈവാനുഗ്രഹത്തിനായിട്ട് ഇതൊക്കെ ചെയ്യുക. പിന്നെ അപ്പോൾ ഇനി പറയുന്നത് കന്നിയാണ്. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം 10ാം ഇടത്താണ് നിൽക്കുന്നത്. 10 എന്ന് പറയുമ്പോൾ കർമ്മസ്ഥാനം, നമ്മുടെ തൊഴിൽ സ്ഥാനം. അപ്പോൾ അവിടെ 10ലെ വേഴം സൂചിപ്പിക്കുന്നത്
ദോഷമായിട്ടല്ല, എന്നാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ കൂടുതൽ കൃത്യനിഷ്ഠതയും ജാഗ്രതയും മേലധികാരികളുടെ അവരെ അനുസരിക്കുകയും ഒക്കെ ചെയ്യണം. അല്ലെങ്കിൽ തൊഴിലിൽ ചില കുറ്റങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ചില നീരസമായിട്ടുള്ള വാക്കുകൾ മേലുദ്യോഗസ്ഥരുടെ കേൾക്കാനൊക്കെ ഉള്ള സാധ്യതയൊക്കെ വരും. അപ്പോൾ അത് പറയിപ്പിക്കാതെ തന്നെ, ഇത് പ്രാക്ടിക്കൽ കൂടെയാണ്, ജാതകവശാൽ പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ജോലി സംബന്ധിച്ചുള്ള ഏത് മേഖലയിലുള്ളവരായാലും ശരി, ഈ 10-ലെ വേഴം പറയുന്നത് തങ്ങളുടെ ജോലിയിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തണം. അല്ലെങ്കിൽ സ്ഥാനചലനം പോലെയുള്ള അവസ്ഥകൾ ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, എങ്കിലും ഒരു മുന്നറിയിപ്പ് തരുന്നു വേഴം. അപ്പോൾ വേഴത്തെ കൊണ്ട് 50% നമുക്ക് ഗുണഫലം തന്നെ സിദ്ധിക്കും. അത് പറയാനുള്ള കാരണം, നിങ്ങളുടെ 10-ാം ഭാവത്തിൽ വേഴം നിൽക്കുന്നു, അവിടെ ശനിയുടെ ബന്ധം വരുന്നുണ്ട്. ആയതിനാൽ തൊഴിൽ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെ പ്രധാനമായിട്ടും അതുതന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ യാത്രയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് വ്യാഴാഴ്ച പ്രാർത്ഥന, ഇഷ്ടവഴിപാടുകൾ നടത്തുക. ഇനി പറയുന്നത് തുലാമാണ്. തുലാം രാശിക്കാർക്ക് എല്ലാവിധമായ ഭാഗ്യ അനുഭവങ്ങളും കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. തുലാരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് ഭാഗ്യസ്ഥാനത്താണ് വേഴം പ്രവേശിക്കുന്നത്. എല്ലാവിധമായ ഭാഗ്യ അനുഭവങ്ങളും നമുക്ക് കിട്ടും. പൂർവിക സ്വത്ത്, പിതൃസ്വത്ത് അതൊക്കെ ലഭിക്കാനുള്ള ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തീരുമാനമാകും എന്നാണ് കാണുന്നത്. അത് ഭാഗ്യസ്ഥാനം വേഴം വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സഫലമാകും. പിന്നെ ഭൗതികമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ, നമ്മളെന്താണോ നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതിരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇറങ്ങിത്തിരിച്ചു അത് സഫലമായില്ല എന്ന് വെച്ചിട്ട് നിർത്തി വച്ചിരിക്കുന്ന കാര്യങ്ങൾ കാണും. അതൊക്കെ ഇനി വീണ്ടും അതിനുവേണ്ടി ശ്രമിച്ചാൽ അതൊക്കെ നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് കാണുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക. വ്യാഴാഴ്ച ഇഷ്ട വഴിപാടുകൾ വിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണക്ഷേത്രത്തിലോ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. കാലതാമസം കൂടാതെ നമുക്ക് ഭാഗ്യങ്ങൾ അനുഭവത്തിൽ വരും. പിന്നെ നിങ്ങൾക്ക് ഈ രാഹുവിൻ്റെ നിൽപ്പ് ചില നിരാശകളൊക്കെ തന്നുകൊണ്ടിരിക്കുന്നു. അത് സഫലമാകുന്നതിന് ദൈവഹിതം പറയുന്നത് നാഗരാജ പ്രീതിയാണ്. ആയില്യത്തിന് മുടങ്ങാതെ അതൊക്കെ ചെയ്യുന്നതും നമുക്ക് ദോഷങ്ങൾ മാറ്റാനായിട്ട് സാധിക്കും. ദോഷങ്ങൾ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇതുവരെ ദോഷങ്ങൾ ഉണ്ടായിരുന്നവർക്ക് ഇനി മുതൽ അതിന് നല്ലൊരു മാറ്റം ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. തുലാം രാശിക്കാർക്ക് ഈ വേഴത്തിൻ്റെ ദൃഷ്ടി ഈ രാഹു നിൽക്കുന്ന സ്ഥാനത്തോട്ട് കിട്ടുന്നതിനാൽ ചില മനോവിഷമങ്ങളൊക്കെ ഉള്ളവർക്ക് അതൊക്കെ മാറും എന്ന് തന്നെയാണ് വേഴം സൂചിപ്പിക്കുന്നത്. ഇനി പറയുന്നത് വൃശ്ചികമാണ്. വൃശ്ചിക രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം, കേട്ട. നിങ്ങൾക്ക് വേഴം അഷ്ടമത്തിൽ മറയുന്നു. ഭയപ്പെടേണ്ട. അല്പോ ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുക. മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ മറഞ്ഞു നിൽക്കുന്ന വേഴത്തെ നമുക്ക് പരിപോഷിപ്പിക്കാൻ സാധിക്കും. പിന്നെ പാഴി ചിലവുകളൊക്കെ വരാതെ ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, സന്താനകാരകനായിട്ടുള്ള വേഴം അഷ്ടമത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധ ചെലുത്തുന്നതും നന്നായിരിക്കും. പിന്നെയുള്ളത് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്ന രാഹു, 4-ൽ. ആ 4-ൽ നിൽക്കുന്ന രാഹു ചില ആരോഗ്യ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ക്ഷീണാവസ്ഥകൾ ഉള്ളവർ മതിയായ ചികിത്സ തേടേണ്ടതാണ്. അവ ദൈവാനുഗ്രഹത്തിനായി ആയില്യത്തിന് നാഗരാജ പ്രീതി ചെയ്യുന്നത് ഉത്തമമായിരിക്കും. മറ്റ് മതത്തിലുള്ളവരാണെങ്കിൽ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും വിശേഷ പ്രാർത്ഥന നടത്തുന്നത്
ആരോഗ്യ സംബന്ധിയായിട്ടുള്ള വിഷയങ്ങൾ മാറാൻ അത് സഹായകമായി തീരും. ഇനി പറയുന്നത് ധനുവാണ്. ധനുരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം. ആദ്യത്തെ 15 നാഴിക. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം 7 നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്നു. നിവൃത്തി സ്ഥാനം എന്ന് പറയുമ്പോൾ യാത്രാസ്ഥാനം, വിദേശയാത്ര, പിന്നെ ക്രയവിക്രയങ്ങൾ, വിവാഹ സമയം, വിവാഹത്തിനുള്ള ആൾക്കാർക്ക് അതിന് വേണ്ടി തയ്യാറെടുക്കാം. സന്താനങ്ങളില്ലാത്തവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഗുണഫലങ്ങൾ, സന്താനലബ്ധി ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. പിന്നെ വാഹന സംബന്ധി, വാഹനം, പിന്നെ ക്രയവിക്രയങ്ങൾ എന്ന് വേണ്ട ഈ നിവൃത്തി സ്ഥാനത്ത് നിൽക്കുന്ന വേഴം നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനാണ്. ആയതിനാൽ എല്ലാവിധമായ ഭാഗ്യവും ഉണ്ടാകും. നേരത്തെ നമ്മൾ ശ്രമിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ സഫലമാകുമെന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ വേഴം നമ്മളെ സപ്പോർട്ട് ചെയ്യും, ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിനായിട്ട് വേഴത്തെ പരിപോഷിപ്പിക്കുന്നത് നന്നായിരിക്കും. വ്യാഴാഴ്ച ഇഷ്ടവഴിപാടുകൾ ചെയ്യുക. ഇതൊക്കെ ഞാൻ പറഞ്ഞു. എന്നാൽ ഈ ധനുരാശിക്കാർക്ക് നിലവിൽ ഒരവസ്ഥയുണ്ട്. ഞാൻ വേഴമാറ്റ വീഡിയോയാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് പൂർണ്ണത കിട്ടുന്നതിന് വേണ്ടി ഞാൻ ഈ ശനിയുടെ ബന്ധവും കൂടി സൂചിപ്പിക്കുന്നു. അതായത് നിങ്ങൾക്ക് നിലവിൽ കണ്ടകശനി കാലമുണ്ട്, ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നാലും ശനിപ്രീതി കൂടി ചെയ്യുന്നത് ഉത്തമമായിരിക്കും ശനിയാഴ്ച. ഇനി പറയുന്നത് മകരമാണ്. മകരരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. നിങ്ങൾക്ക് വേഴം 6-ൽ മറഞ്ഞു. 6 പറയുമ്പോൾ രോഗം, ശത്രു, കടം, ദുരിതം എന്നൊക്കെയുള്ള സ്ഥാനമാണ്. അങ്ങനെ വരണമെന്ന് നിർബന്ധമില്ല. എന്നാലും ആ 6-ാം ഭാവം ഇത്രയും കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ധനപരമായ കാര്യങ്ങളൊക്കെ തന്നെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. കടബാധ്യത വരാതെ നോക്കണം. പിന്നെ നമ്മുടെ വാക്ക്, ചിന്ത, പ്രവൃത്തി ഇതൊക്കെ തന്നെ തെറ്റാതെ അല്ലെങ്കിൽ ആലോചിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ആലോചിച്ച് വേണം ചെയ്യാൻ. എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല. വേഴം മറയുമ്പോഴാണ് നമുക്ക് ചില അബദ്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് ധനപരമായിട്ടുള്ളതാകാം, മറ്റുള്ളതാകാം. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തന്നെയാണ് ഈ മകരരാശിക്കാർക്ക് പറയുന്നത്. അത് വേഴത്തെ കൊണ്ടുള്ളതാണ്. പിന്നെ നിങ്ങളുടെ ധനം, വാക്ക്, വിദ്യ, പ്രവൃത്തി എന്ന് പറയുന്നതായ സ്ഥാനത്ത് രാഹു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതും അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ എല്ലാവിധമായ കാര്യങ്ങളും, ഏത് കാര്യങ്ങളായിരുന്നാലും നമ്മൾ ആലോചിച്ച്, ഒന്നിലധികം പ്രാവശ്യം ആലോചിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അതല്ലെങ്കിൽ നഷ്ടങ്ങളും ശത്രുത, നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാതെ വരികയും അതുവഴി ശത്രുത ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി ശ്രദ്ധാപൂർവം പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിന് പരിഹാരമായിട്ട് വേഴപ്രീതി, നാഗരാജപ്രീതി ആണ് ഉചിതം. ഇതൊക്കെ ചെയ്യുമ്പോൾ കാഠിന്യങ്ങൾ കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി പറയുന്നത് കുംഭമാണ്. കുംഭരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ ഭാഗം. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വേഴം 5-ലോട്ടാണ് വരുന്നത്. 5 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സ്ഥാനമാണ്. നമ്മൾ നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതെ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിനൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് തന്നെ അനേകം കാര്യങ്ങൾ കാണുമല്ലോ ജീവിതത്തിൽ. അപ്പോൾ ഏതെങ്കിലും കാര്യത്തിനൊക്കെ ഇറങ്ങിയിട്ട് നടക്കാതെ നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് ഇനി ഈ കാര്യങ്ങളൊക്കെ സഫലമാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഈ വേഴം നമ്മളെ അറിയിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് കാര്യമായിട്ടുള്ള പരിശ്രമങ്ങൾ നടത്തിയാൽ അതൊക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. വേഴത്തെ പരിപോഷിപ്പിക്കുന്നതിനായിട്ട് വ്യാഴാഴ്ച ഇഷ്ടവഴിപാടുകൾ ചെയ്യുക. വ്യാഴാഴ്ചയും ആകാം, ബുധനാഴ്ചയും ആകാം. പിന്നെ ആ രാശിയിൽ, കുംഭരാശിയിൽ നിൽക്കുന്ന രാഹു, പിന്നെ 7 നിൽക്കുന്ന കേതു. അപ്പോൾ യാത്രയുമായി ബന്ധപ്പെട്ടൊക്കെ ചില
തടസ്സങ്ങൾ നേരത്തെ വിചാരിച്ചിട്ട് നടക്കാതെയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി അതിനുവേണ്ടി ശ്രമിച്ചാൽ നടക്കുന്ന ഒരവസ്ഥയും കൂടി കാണുന്നു. ഈ രാശിയിലോട്ട് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്. ആയതിനാൽ നമുക്ക് നേരത്തെയുള്ള നിരാശകളൊക്കെ മാറുന്നതായിട്ട് കാണുന്നു. പിന്നെ ഈ ശനിയുടെ അവസ്ഥ മറ്റേ വീഡിയോ ആണ് പറയുന്നതെങ്കിലും നിങ്ങൾക്ക് പൂർണ്ണത കിട്ടുന്നതിന് വേണ്ടിയാണ് പറയുന്നത്. ഈ ശനി നിങ്ങൾക്ക് 2ലാണ് നിൽക്കുന്നത്. അപ്പോൾ ശനിദേവനെ കൂടി പ്രീതിപ്പെടുത്തിയാൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സഫലമാകും. ഇനി പറയുന്നത് മീനമാണ്. മീനരാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, അവസാനത്തെ കാൽപ്പാകം, ഉത്രട്ടാതി, രേവതി. നിങ്ങൾക്ക് സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം 4ലാണ് വരുന്നത്. 4 എന്ന് പറയുന്നത് സുഖസ്ഥാനം, വാഹനസ്ഥാനം, മാതൃസ്ഥാനം, ബന്ധുജനങ്ങൾ, പിന്നെ ഗൃഹസ്ഥാനം. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥാനത്തൊക്കെയാണ് ഈ പറയുന്ന സ്ഥാനങ്ങളാണ് പ്രധാനമായിട്ട് പറയുന്നത്. അവിടെയാണ് വ്യാഴം പ്രവേശിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് 100% ഈ 4ലെ വ്യാഴം 100% ഫലം തരുമെന്ന് കാണുന്നില്ല. എന്നാൽ 50% നമുക്ക് ഗുണഫലങ്ങൾ കിട്ടും വ്യാഴത്തെ കൊണ്ട്. അത് പറയാനുള്ള കാരണം, നിങ്ങൾക്ക് ഈ മീനരാശിക്കാർക്ക് ജന്മത്തിൽ ശനി നിൽക്കുന്നു. ആ ശനി ഈ വ്യാഴവുമായി ബന്ധം വരുന്നത് കൊണ്ട് 50%-ഓളം ഭാഗ്യമേ നമുക്ക് കിട്ടത്തുള്ളൂ. എന്നാലും ഇറങ്ങുന്ന കാര്യങ്ങൾ സഫലമായി വരും എന്നാണ് കാണുന്നത്. നിൽക്കുന്ന സ്ഥാനം വച്ചിട്ട് സുഹൃത്തുക്കൾ വഴിയോ ബന്ധുജനങ്ങൾ വഴിയോ മാതൃ വഴിയോ ഒക്കെ തന്നെ നമുക്ക് കാര്യങ്ങൾ നടപ്പിലാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് വ്യാഴം പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നന്നായിട്ട് പരിശ്രമിക്കുകയും വേണം എന്നുകൂടി പറയുന്നു. ശനി അങ്ങനെ പറയുന്നു. അപ്പോൾ നമുക്ക് വ്യാഴപ്രീതി, ശനിപ്രീതി ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിരാശ കൂടാതെ സഫലമാക്കിയെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഈ 12 രാശികളിൽപ്പെട്ട 27 നക്ഷത്രം വരുന്ന അടങ്ങുന്നതായ 12 രാശികളിലുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ അറിയിച്ചത്. ഇതിൽ നിന്നും ചില വ്യത്യസ്തമായ അനുഭവങ്ങൾ ചിലർക്കെങ്കിലും ഉണ്ടായേക്കാം. അപ്പോൾ അതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ പ്രായഭേദമന്യേ, ജാതിമതവർഗഭേദമന്യേ ഓരോരുത്തർക്കും നടക്കുന്ന ദശ, അപഹാരം എന്നിവയുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. ഇത് നമ്മുടെ ചന്ദ്രരാശിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവചനം നടത്തിയിരിക്കുന്നത്. ഇതിൽ നിന്നും ചിലർക്കെങ്കിലും ചില മാറ്റങ്ങൾ വന്നേക്കാം. അതുപോയിട്ട് പിന്നെ നമ്മുടെ ലഗ്നസ്ഥിതി അത് വച്ചിട്ടും ചില മാറ്റങ്ങൾ വന്നേക്കാം. എന്നാൽ ചാരവശാൽ ചന്ദ്രരാശിയിൽ വരുന്ന ഈ പറഞ്ഞിട്ടുള്ള ഫലങ്ങൾ അനുഭവത്തിൽ വരും. അപ്പോൾ ചില രാശിക്കാർക്ക് ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചില രാശിക്കാർക്ക് ദോഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ള രാശിക്കാർക്ക് ഇപ്പോൾ നിലവിൽ നടക്കുന്ന ദശയോ അപഹാരമോ നല്ലതാണെങ്കിൽ ദോഷം പറഞ്ഞ രാശിക്കാർക്ക് ദോഷഫലം കൂടുതലായിട്ട് വരത്തില്ല. അത് 50%-ആയി കുറയുന്നതാണ്. കാരണം ദശയും അപഹാരവും ഒക്കെ നല്ലതാണെങ്കിൽ. ഇനി അതും മോശമാണെങ്കിൽ മാത്രമേ ദോഷഫലം പറഞ്ഞ രാശിക്കാർക്ക് ദോഷം അനുഭവത്തിൽ കൂടുതലായിട്ട് വരത്തുള്ളൂ. അതുപോലെ തന്നെ ഗുണഫലം പറഞ്ഞ രാശിക്കാർക്ക് ഇപ്പോൾ ദശയോ അപഹാരമോ ദോഷമായി ഭവിക്കുന്നുവെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഗുണഫലം പൂർണ്ണമായി കിട്ടത്തില്ല. 50% ആയി കുറയും. ചാരവശാലുള്ള ഫലം അനുഭവത്തിൽ വരും. എന്നാൽ തന്നെയും ആ ദശയും അപഹാരവും നമ്മളെ സ്വാധീനിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മളെ കുടുംബ ദേവത
ഉപാസനാമൂർത്തികൾ ഒക്കെ ഉണ്ടല്ലോ, ഓരോരുത്തർക്കും ഇഷ്ടദേവതകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥനയും ഒക്കെ ഉണ്ടായിരിക്കണം. പിന്നെ എല്ലാ നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലയിലുള്ളവർ, നമ്മുടെ തൊഴിലാണ് മുഖ്യം. ആ തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് നേരെ പോകാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.